പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷ എങ്ങനെ എത്തിയല്ലോ. അതിനുവേണ്ടി ഈ ക്യാപിറ്റേഷൻ എന്നൊരു ഭാഗം ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ തന്ന നോട്ട്സും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് എന്നാലോ ഒരു A4 പേപ്പർ മൊത്തം എഴുതാനുള്ള കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. റെഡിയല്ലേ? റെഡി, തീർച്ചയായും. ഈ ഡെന്റൽ കെയറിനൊക്കെ പൈസ കൊടുക്കാൻ പല വഴികളുണ്ട്. അതിലൊന്നാണ് ഈ ക്യാപിറ്റേഷൻ. ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ള പേയ്മെന്റ് രീതികളും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുമൊക്കെ അറിയുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് സത്യത്തിൽ ഈ ക്യാപിറ്റേഷൻ? കേൾക്കുമ്പോൾ എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ഫീൽ ഉണ്ടല്ലോ. കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടെങ്കിലും സംഭവം സിമ്പിളാണ്. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഒരു ഡെന്റിസ്റ്റിന് അല്ലെങ്കിൽ കുറേ ഡെന്റിസ്റ്റുകളുള്ളൊരു സ്ഥാപനത്തിന്, ഉദാഹരണത്തിനൊരു HMO ഹെൽത്ത് മെയിൻ്റനൻസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്രാക്ടീസ്, അതും അല്ലെങ്കിൽ ഒരു IPA ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് അസോസിയേഷൻ, ഇവർക്ക് ഓരോ രോഗിയുടെ പേരിലും മുൻകൂട്ടി നിശ്ചയിച്ചൊരു തുക ഒരു പ്രത്യേക കാലയളവിലേക്ക്, അത് ചിലപ്പോൾ മാസം ആവാം അല്ലെങ്കിൽ വർഷാവർഷം ആവാം, കിട്ടുന്നു. ഇതിൽ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ രോഗി ആ സമയത്ത് വന്ന് ചികിത്സ തേടിയോ ഇല്ലയോ എന്നതൊന്നും നോക്കാതെയാണ് ഈ പൈസ കിട്ടുന്നത്. പെർ ക്യാപിറ്റ എന്നൊരു വാക്കുണ്ടല്ലോ, ലാറ്റിനാണ്. പെർ ഹെഡ് എന്ന് പറയില്ലേ, ആളോഹരി. ആ ഒരു കണക്കിലാണ് പൈസ വരുന്നത്. ഓഹോ, അപ്പൊ ചികിത്സ എടുത്തില്ലെങ്കിലും ഡോക്ടർക്ക് കാശ് കിട്ടും. ഇത് മനസ്സിലാവാൻ ഒരു എളുപ്പമുള്ള ഉദാഹരണം പറയാമോ? പറയാലോ. ഏറ്റവും സിമ്പിൾ ഉദാഹരണം ഒരു ജിം മെമ്പർഷിപ്പാണ്. നിങ്ങളൊരു ജിമ്മിൽ മാസം ഒരു 2000 രൂപ കൊടുത്ത് ചേർന്നൊന്നു വയ്ക്കുക. നിങ്ങൾ എല്ലാ ദിവസവും പോയാലും ശരി, ആഴ്ചയിൽ 1-2 തവണ പോയാലും ശരി, ഇനി ആ മാസം തീരെ പോയില്ലെങ്കിലും ആ 2000 രൂപ നിങ്ങൾ കൊടുക്കണം, അല്ലേ? ജിമ്മിന് ആ പൈസ ഉറപ്പാണ്. നിങ്ങൾക്ക് ആ മാസം മുഴുവൻ ജിം ഉപയോഗിക്കാനുള്ള അവകാശം കിട്ടുന്നു. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റേഷൻ പ്ലാനിൽ ചേർന്ന രോഗിയുടെ പേരിൽ ഡെന്റിസ്റ്റിന് മാസം തോറും ഒരു നിശ്ചിത തുക, അതായത് ക്യാപിറ്റേഷൻ ഫീ കിട്ടും. ആ രോഗി ആ മാസം വന്നോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല. ഇത് നല്ല ഉദാഹരണമാണ്. വളരെ ക്ലിയറായി. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് ഈ അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ ADA ഒക്കെ ഇതിനെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതും കൂടി അറിഞ്ഞാൽ നല്ലതല്ലേ? ശരിയാണ്, അത് നല്ലതാണ്. ADAയുടെ ഡെഫിനിഷൻ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സിലുണ്ട്. അതനുസരിച്ച് ക്യാപിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഡെന്റൽ ബെനിഫിറ്റ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഡെന്റിസ്റ്റുകൾ ആ പ്രോഗ്രാം നടത്തുന്ന സ്പോൺസറുമായി, അത് ചിലപ്പോഴൊരു ഇൻഷുറൻസ് കമ്പനിയാവാം, അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ജോലിക്കാർക്ക് വേണ്ടി ഏർപ്പാടാക്കുന്നതാവാം, സർക്കാരാവാം, ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഈ കരാർ പ്രകാരം ആ പ്രോഗ്രാമിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന്, മുൻകൂട്ടി നിശ്ചയിച്ച ചില ഡെന്റൽ സേവനങ്ങൾ ഒരു നിശ്ചിത കാലയളവിലേക്ക് നൽകാം ഡെന്റിസ്റ്റ് സമ്മതിക്കുന്നു. ഇതിനു പകരമായിട്ട് ഡെന്റിസ്റ്റിന് കിട്ടുന്ന പൈസ എങ്ങനെയാ? ആ പ്ലാനിലുള്ള ഓരോ അംഗത്തിനും വേണ്ടി കണക്കാക്കിയ ഒരു നിശ്ചിത തുക. അതാണ് പേയ്മെന്റ് ഓൺ എ പെർ ക്യാപിറ്റ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ ഓരോ രോഗിക്കോ ഒരു ഫിക്സഡ് എമൗണ്ട് മുൻകൂട്ടി കിട്ടുന്നു. സാധാരണ നമ്മൾ ക്ലിനിക്കിൽ പോയിട്ട് പല്ലടച്ചാൽ അതിന് കാശ്, ക്ലീൻ ചെയ്താൽ അതിന് കാശ്, എക്സ്റേ എടുത്താൽ വേറെ കാശ്. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് വലിയൊരു മാറ്റമാണല്ലോ ഇത്. അപ്പോൾ ഡെന്റൽ പേയ്മെന്റ് രീതികളുടെ ആ ഒരു വലിയ ലോകത്ത് ഈ ക്യാപിറ്റേഷൻ എവിടെയാണ് ഫിറ്റാവുന്നത്? മറ്റുള്ളവയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്താണ്? അത് നല്ല ചോദ്യമാണ്. ആ വ്യത്യാസം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ നോട്ട്സിൽ പറയുന്ന പ്രധാന പേയ്മെന്റ് രീതികൾ ഇതൊക്കെയാണ്. ഒന്ന്, ഫീ ഫോർ സർവീസ്. അതാണ് ഏറ്റവും സാധാരണ നമ്മൾ കാണുന്നത്. ഓരോ ചികിത്സയ്ക്കും പ്രൊസീജർ അതിൻ്റെതായ ഫീസ്. കൂടുതൽ ചികിത്സ കൂടുതൽ കാശ്. പിന്നെ പോസ്റ്റ് പേയ്മെന്റ് പ്ലാൻസ് ഉണ്ട്, ചികിത്സ കഴിഞ്ഞ് പതുക്കെ അടച്ചു തീർക്കുന്നത്. പിന്നെ വരുന്നതാണ് പ്രൈവറ്റ് തേർഡ് പാർട്ടി പ്രീ പേയ്മെന്റ് പ്ലാൻസ്. അതായത് ഒരു മൂന്നാം കക്ഷി, ഇൻഷുറൻസ് കമ്പനിയോ മറ്റോ മുൻകൂട്ടി പണമടക്കുന്ന പരിപാടി. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ക്യാപിറ്റേഷൻ സാധാരണയായി വരുന്നത്. ക്യാപിറ്റേഷൻ ഒരു തരം പ്രീ പേയ്മെന്റ് രീതിയാണ്. പിന്നെ സാലറി, അതായത് ശമ്പളം. ചിലപ്പോൾ വലിയ ക്ലിനിക്കിലോ ഹോസ്പിറ്റലോ ഒക്കെ ഡെന്റിസ്റ്റ് ശമ്പളത്തിന് ജോലി ചെയ്യും. അതുപോലെ പബ്ലിക് പ്രോഗ്രാംസ്, സർക്കാർ പദ്ധതികൾ വഴിയുള്ള പേയ്മെന്റ്. ഇതിൽ ആ പ്രൈവറ്റ് തേർഡ് പാർട്ടി പ്രീ പേയ്മെന്റ് പ്ലാൻസ് എന്ന കാറ്റഗറിയിലാണ് ക്യാപിറ്റേഷൻ കൂടുതലായി കാണുന്നത്, പ്രത്യേകിച്ചും മാനേജ്ഡ് കെയർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ. അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ഈ HMOs, അതായത് ഹെൽത്ത് മെയിൻ്റനൻസ് ഓർഗനൈസേഷൻസ്. HMO, ആ വാക്ക് കേട്ടിട്ടുണ്ട്.
എന്താണ് ഈ HMO എന്ന് ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാമോ? ക്യാപിറ്റേഷനുമായിട്ട് ഇതിനെന്താണ് കണക്ഷൻ? HMO എന്ന് പറഞ്ഞാൽ അതൊരു തരം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ്. അതേസമയം അതൊരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം കൂടിയാണ്. സിമ്പിളായി പറഞ്ഞാൽ അതൊരു സ്ഥാപനമാണ്. അതിൽ അംഗങ്ങളാകുന്ന ആളുകളിൽ നിന്ന് അവരൊരു ഫിക്സഡ് പ്രീമിയം വാങ്ങും, മിക്കവാറും മാസാമാസം. പകരമായിട്ട് ആ അംഗങ്ങൾക്ക് വേണ്ട സമഗ്രമായ ആരോഗ്യ സേവനങ്ങൾ, കോംപ്രഹെൻസീവ് ഹെൽത്ത് സർവീസസ് നൽകാൻ ഈ HMO ദായിത്തമേറ്റെടുക്കും. ഈ സേവനങ്ങൾ കൊടുക്കാൻ വേണ്ടി HMO ഡോക്ടർമാരുമായും ഹോസ്പിറ്റലുകളുമായുമൊക്കെ കരാറിലേർപ്പെടും. അപ്പോൾ ഈ ഡോക്ടർമാർക്കും സ്ഥാപനങ്ങൾക്കും പണം കൊടുക്കാൻ HMO ഉപയോഗിക്കുന്ന ഒരു പ്രധാന വഴിയാണ് ക്യാപിറ്റേഷൻ. അതായത് HMO അതിന്റെ നെറ്റ്വർക്കിലുള്ള ഡെന്റിസ്റ്റിന് HMO പ്ലാനുള്ള ഓരോ രോഗിയുടെ പേരിലും മാസം ഒരു നിശ്ചിത തുക കൊടുക്കും. അതാണ് ബന്ധം. ഓക്കെ. അപ്പൊ ഈ HMOകൾക്കുള്ളിൽ തന്നെ ക്യാപിറ്റേഷൻ നടപ്പാക്കുന്ന രീതിക്ക് വല്ല വ്യത്യാസവും ഉണ്ടോ? നിങ്ങൾ നേരത്തെ ഗ്രൂപ്പ് പ്രാക്ടീസ്, IPA എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഇതുമായി ബന്ധപ്പെട്ടതാണോ? അതെ, വ്യത്യാസങ്ങളുണ്ട്. HMOയും ഡെന്റിസ്റ്റും തമ്മിൽ പലതരം അറേഞ്ച്മെന്റ്സ് ഉണ്ടാവാം. നിങ്ങളുടെ നോട്ട്സിൽ 4 മോഡൽ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയാൽ മതി. 1. സ്റ്റാഫ് മോഡൽ. ഇവിടെ ഡെന്റിസ്റ്റുകൾ HMOയുടെ സ്വന്തം സ്റ്റാഫാണ്. അവർക്ക് ശമ്പളമാണ് കിട്ടുക, സാലറി ബേസിസ്. 2. ഗ്രൂപ്പ് മോഡൽ. HMO ഒരു വലിയ ഡെന്റൽ ഗ്രൂപ്പ് പ്രാക്ടീസുമായിട്ട് ഡീലുണ്ടാക്കും. HMO ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ ക്യാപിറ്റേഷൻ കൊടുക്കും. ഗ്രൂപ്പ് പിന്നെ അവിടുത്തെ ഡോക്ടർമാർക്ക് ശമ്പളമായോ മറ്റോ കൊടുക്കും. 3. IPA മോഡൽ. IPA എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് അസോസിയേഷൻ. പല സ്വതന്ത്ര ഡെന്റിസ്റ്റുകൾ ചേർന്ന് ഒരു കൂട്ടായ്മയുണ്ടാക്കുന്നു. ഈ IPA HMOയുമായിട്ട് ക്യാപിറ്റേഷൻ കരാറിലേർപ്പെടും. കിട്ടുന്ന പൈസ IPA പിന്നെ അതിന്റെ അംഗങ്ങളായ ഡോക്ടർമാർക്ക് പല രീതിയിൽ വീതിച്ചു കൊടുക്കും. ചിലപ്പോൾ വീണ്ടും ക്യാപിറ്റേഷനായിട്ടോ അല്ലെങ്കിൽ മോഡിഫൈഡ് ഫീ ഫോർ സർവീസായിട്ടോ ഒക്കെ കൊടുക്കാം. ഒരു ഇടനിലക്കാരൻ പോലെ. 4. ഡയറക്റ്റ് കോൺട്രാക്ട് മോഡൽ അല്ലെങ്കിൽ ക്യാപിറ്റേറ്റഡ് നെറ്റ്വർക്ക്. ഇവിടെ HMO നേരിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഡെന്റിസ്റ്റുമായിട്ട് ക്യാപിറ്റേഷൻ കരാറുണ്ടാക്കുന്നു. ഇടനിലക്കാരില്ല. ഡെന്റിസ്ട്രിയിൽ ക്യാപിറ്റേഷൻ സാധാരണ കാണുന്നത് ഈ രീതിയിലാണ്. ശരി, ഈ മോഡലുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാകും. പക്ഷേ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്യാപിറ്റേഷൻ എന്ന കോൺസെപ്റ്റും അതിന്റെ ഇമ്പാക്റ്റും ആയിരിക്കുമല്ലോ. HMO അല്ലാതെ വേറെ എവിടെയെങ്കിലും ക്യാപിറ്റേഷൻ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. ഈ പ്രീപെയ്ഡ് ഗ്രൂപ്പ് പ്രാക്ടീസസ് ചിലപ്പോൾ ക്യാപിറ്റേഷൻ ഉപയോഗിക്കാം. പിന്നെ സാധാരണ ഇൻഷുറൻസ് കമ്പനികൾ, മറ്റ് പ്രൈവറ്റ് എന്റർപ്രണേഴ്സൊക്കെ ക്യാപിറ്റേഷൻ ബേസ്ഡ് ഡെന്റൽ പ്ലാനുകൾ വിൽക്കാറുണ്ട്. ചിലപ്പോൾ ആർക്ക് വേണമെങ്കിലും ചേരാവുന്ന ഓപ്പൺ എൻറോൾമെന്റ് പ്ലാനുകളുണ്ടാവാം. പലപ്പോഴും ഇത്തരം പ്ലാനുകൾക്ക് പ്രീമിയം കുറവായിരിക്കും, പക്ഷേ കിട്ടുന്ന സേവനങ്ങളും കുറവായിരിക്കും. ചിലപ്പോൾ ബേസിക് കാര്യങ്ങൾ മാത്രം, പരിശോധന, ക്ലീനിംഗ്, എക്സ്റേ, ചെറിയ ഫില്ലിങ്സ്, അങ്ങനെയൊക്കെ. ഇത് ഡോക്ടറുടെ ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. ഈ ഫിനാൻഷ്യൽ റിസ്ക് അല്ലെങ്കിൽ സാമ്പത്തിക റിസ്ക് നിങ്ങളത് പലതവണ പറഞ്ഞു. അതാണെന്ന് തോന്നുന്നു ക്യാപിറ്റേഷനിലൊരു മെയിൻ സംഭവം അല്ലേ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റേ സാധാരണ ഫീ ഫോർ സർവീസിൽ നിന്ന് ഇതെങ്ങനെയാ വ്യത്യാസപ്പെടുന്നത്? ഇതായിരിക്കും അല്ലേ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട പോയിന്റ്? കൃത്യം, അതുതന്നെ. ഇതാണ് ക്യാപിറ്റേഷന്റെ കാതൽ. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട കോൺസെപ്റ്റും ഇതുതന്നെ. റിസ്ക് ഷിഫ്റ്റ്, അതായത് സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യതയുടെ കൈമാറ്റം. നമുക്ക് ഫീ ഫോർ സർവീസ് ഒന്നുകൂടി ഓർക്കാം. അവിടെ ഓരോ ചികിത്സയ്ക്കും ഡെന്റിസ്റ്റിന് പൈസ കിട്ടുന്നു. ഒരു രോഗിക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ചെലവേറിയ ചികിത്സ വേണ്ടി വന്നാൽ ഡെന്റിസ്റ്റ് അത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ വരുമാനം കിട്ടും. ആ ചികിത്സാ ചെലവ് കൂടുന്നതിന്റെ റിസ്ക് ആര് സഹിക്കുന്നു? പ്രധാനമായും രോഗി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി. എന്നാൽ ക്യാപിറ്റേഷനിലോ ഡെന്റിസ്റ്റിന് ഓരോ രോഗിക്കും വേണ്ടി ഒരു ഫിക്സ്ഡ് എമൗണ്ടേ മാസം കിട്ടുന്നുള്ളൂ. ഇനി ആ രോഗിക്ക് ആ മാസം ഒരുപാട് ചികിത്സ വേണ്ടി വന്നാലും സാധാരണഗതിയിൽ അധികം പൈസയൊന്നും കിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ആ കിട്ടിയ ക്യാപിറ്റേഷൻ തുകയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കരാറിൽ പറഞ്ഞിട്ടുള്ള ചികിത്സയൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക ഉത്തരവാദിത്തം അല്ലെങ്കിൽ നഷ്ടം വരാനുള്ള സാധ്യത, ആ ഫൈനാൻഷ്യൽ റിസ്ക് പൈസ തരുന്ന ആളിൽ നിന്ന് ചികിത്സിക്കുന്ന ഡെന്റിസ്റ്റിലേക്ക് മാറുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. സിംപിളി പറഞ്ഞാൽ, ഇത്രയും പൈസ ഇതുവെച്ച് ഈ രോഗിയെ നോക്കിക്കോണം എന്നുള്ള റിസ്ക് ഡോക്ടർ ഏറ്റെടുക്കുകയാണ്. ഓഹോ, അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ തലവേദന കുറച്ചൊക്കെ ഡോക്ടറുടെ തലയിലാവുന്നു എന്ന് പറയാം. അപ്പോൾ ഇത് ഡെന്റിസ്റ്റിന്റെ ചികിത്സാരീതിയെയും ഒക്കെ സ്വാധീനിക്കില്ലേ? തീർച്ചയായും സ്വാധീനിക്കും. അതാണ് അടുത്ത പ്രധാന പോയിന്റ്. ഇൻസെന്റിവ്സ്, പ്രോത്സാഹനങ്ങൾ.
പൈസ കിട്ടുന്ന രീതി മാറുമ്പോൾ എന്ത് ചെയ്യാനാണ് പ്രോത്സാഹനം കിട്ടുന്നത് എന്നതിലും മാറ്റം വരും. ഫീ ഫോർ സർവീസിൽ കൂടുതൽ ചികിത്സ ചെയ്താൽ കൂടുതൽ കാശ് കിട്ടും. അപ്പോൾ കൂടുതൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനൊരു ഇൻസെന്റീവ് ഉണ്ട്, ശരിയല്ലേ? എന്നാൽ ക്യാപിറ്റേഷനിൽ നേരെ തിരിച്ചാണ്. കിട്ടിയ പൈസയേക്കാൾ കുറഞ്ഞ ചെലവിൽ ആ രോഗിയെ ചികിത്സിക്കാൻ പറ്റിയാൽ ആ ബാക്കി വരുന്നത് ഡെന്റിസ്റ്റിന്റെ ലാഭമാണ്. അതുകൊണ്ട് ക്യാപിറ്റേഷൻ സിസ്റ്റം എന്തിനാണ് പ്രോത്സാഹനം നൽകുന്നത്? രോഗികളെ പറ്റുന്നത്ര ആരോഗ്യത്തോടെ നിർത്താൻ, പ്രതിരോധ ചികിത്സകൾക്ക്, അതായത് റെഗുലർ ചെക്കപ്പ്, ക്ലീനിംഗ്, ഫ്ലൂറൈഡ് പ്രാധാന്യം കൊടുക്കാൻ, ആവശ്യമില്ലാത്ത ചികിത്സകൾ ഒഴിവാക്കാൻ, ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവായ രീതിയിൽ ചികിത്സിക്കാൻ, അങ്ങനെ മൊത്തം ചികിത്സാ ചെലവ് കുറയ്ക്കാൻ, ടു കൺട്രോൾ കോസ്റ്റ്. ഇതിനൊക്കെ ഡെന്റിസ്റ്റിന് ഒരു ഇക്കണോമിക് ഇൻസെന്റീവ് ഉണ്ട്. കാരണം ബഡ്ജറ്റിൽ നിന്നാൽ ലാഭം, കടന്നാൽ നഷ്ടം. ഈ വ്യത്യാസം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ റിസ്ക് ഷിഫ്റ്റ് പിന്നെ അതിൽ നിന്നുണ്ടാവുന്ന ഈ ഇൻസെന്റീവും ആണ് ക്യാപിറ്റേഷന്റെ 2 മെയിൻ പില്ലേഴ്സ് എന്ന് പറയാം. വേറെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ? വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഓർക്കണം. ഒന്ന്, യൂട്ടിലൈസേഷൻ, ഉപയോഗം. നമ്മൾ നേരത്തെ ജിമ്മിന്റെ കാര്യം പറഞ്ഞില്ലേ? അതുപോലെ പൈസ കിട്ടുന്നത് രോഗി എത്ര തവണ വന്നു, എത്ര ചികിത്സയെടുത്തു എന്നതിനൊന്നും ആശ്രയിച്ചല്ല. രോഗി വന്നാലുമില്ലെങ്കിലും ആ പ്ലാനിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിന് ആ രോഗിയുടെ പേരുള്ള പൈസ കിട്ടും. 2, സ്കോപ്പ് ഓഫ് സർവീസസ്, സേവനങ്ങളുടെ വ്യാപ്തി. ഈ ക്യാപിറ്റേഷൻ തുക എല്ലാ ചികിത്സയ്ക്കും കൂടിയുള്ളതാവില്ല. കരാറിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും ഏതൊക്കെ സേവനങ്ങളാണ് ഈ പൈസയിൽ ഉൾപ്പെടുന്നത് എന്ന്. ഡിഫൈൻ സെറ്റ് ഓഫ് സർവീസസ്. ചിലപ്പോൾ ബേസിക് കാര്യങ്ങൾ മാത്രമായിരിക്കും. കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ, ചിലപ്പോൾ റൂട്ട് കനാല്, ക്രൗണ്, ഇംപ്ലാന്റ്, ഓർത്തോഡോണ്ടിക്സ്, ഇതൊന്നും ചിലപ്പോൾ അതിൽ വരില്ല. അതിന് വേറെ പൈസ കൊടുക്കേണ്ടി വരും, കോ പേയ്മെന്റ്. അല്ലെങ്കിൽ അത് ഫീ ഫോർ സർവീസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. സേവനങ്ങൾ ലിമിറ്റ് ചെയ്യുന്നത് ഡോക്ടറുടെ റിസ്ക് കുറയ്ക്കും. 3, ക്ലോസ്ഡ് പാനൽസ്. മിക്കപ്പോഴും, പക്ഷേ എല്ലായ്പ്പോഴുമല്ല, ക്യാപിറ്റേഷൻ പ്ലാനുകൾ ക്ലോസ്ഡ് പാനലായിരിക്കും. അതായത് ആ പ്ലാനിലുള്ള രോഗികൾക്ക് ആ പ്ലാനുമായിട്ട് കരാറുള്ള കുറച്ച് ഡെന്റിസ്റ്റുമാരുടെ അടുത്ത് നിന്ന് മാത്രമേ ചികിത്സയെടുക്കാൻ പറ്റൂ. ആ പാനലിലുള്ള ഡോക്ടർമാരുടെ അടുത്ത് മാത്രം. ഇഷ്ടമുള്ള ഡോക്ടറെ കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഓപ്പൺ പാനൽ. അവിടെ ആർക്കും പോകാം. ഫീ ഫോർ സർവീസ് പ്ലാനുകൾ പലപ്പോഴും ഓപ്പൺ പാനലായിരിക്കും. ഇത് രോഗിയുടെ സൈഡിൽ നിന്നും ഡോക്ടറുടെ സൈഡിൽ നിന്നും നോക്കിയാൽ എങ്ങനെയുണ്ട്? രോഗിക്ക് നല്ലതാണോ? ഡോക്ടർക്ക് എപ്പോഴാണിത് താൽപ്പര്യം ഉണ്ടാവുക? രോഗിയുടെ കാര്യമെടുത്താൽ പ്രധാന ഗുണമെന്താ? ചികിത്സാ ചെലവ് മുൻകൂട്ടി അറിയാം, പ്രെഡിക്റ്റബിൾ കോസ്റ്റ്. മാസം ഒരു നിശ്ചിത പ്രീമിയം അടച്ചാൽ കരാറിലുള്ള ചികിത്സയൊക്കെ വലിയ പൈസ മുടക്കാതെ കിട്ടും. ബഡ്ജറ്റ് ചെയ്യാൻ എളുപ്പം. എന്നാൽ ദോഷങ്ങളോ? ഡോക്ടറെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കുറവായിരിക്കും, ലിമിറ്റഡ് ചോയ്സ്. ചിലപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഡോക്ടർ ചിലപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞ വഴി നോക്കുമോ എന്നൊരു പേടിയുമുണ്ടാവാം. പൊട്ടൻഷ്യൽ ഫോർ അണ്ടർ ട്രീറ്റ്മെന്റ്. ഇനി ഡെന്റിസ്റ്റിന്റെ കാര്യം നോക്കിയാലോ? ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങൾ എന്തൊക്കെയാ? പ്രത്യേകിച്ച് പുതിയ പ്രാക്ടീസ് തുടങ്ങുന്നവർക്ക് അല്ലെങ്കിൽ രോഗികളെ കൂട്ടാൻ നോക്കുന്നവർക്ക് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ഇത് നല്ലതാണ്. രോഗികൾ വന്നില്ലെങ്കിലും പൈസ കിട്ടുമല്ലോ. ഡെന്റിസ്റ്റുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓവർ സപ്ലൈ, കോമ്പറ്റീഷൻ കാരണം രോഗികളെ കിട്ടാൻ ഇതൊരു വഴിയാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെലവ് ചുരുക്കി പ്രിവെന്റീവ് കെയറിന് പ്രാധാന്യം കൊടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ലാഭമുണ്ടാക്കാം. പിന്നെ പേപ്പർ വർക്ക്, അതായത് ക്ലെയിം ഫോം പൂരിപ്പിക്കലൊക്കെ ഫീ ഫോർ സർവീസിനേക്കാളും കുറവായിരിക്കും. എന്നാൽ പ്രശ്നങ്ങളുമുണ്ട്. ഏറ്റവും വലിയ റിസ്ക്കാണ് അഡ്വേഴ്സ് സിലക്ഷൻ. അതായത് കൂടുതൽ ചികിത്സ വേണ്ടിവരുമെന്ന സ്വയം അറിയുന്ന ആളുകൾ, അങ്ങനെയുള്ള രോഗികൾ കൂടുതലായി ഈ പ്ലാനിൽ ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കിട്ടുന്ന ക്യാപിറ്റേഷൻ പൈസ ചികിത്സയ്ക്ക് തികയാതെ വരും, ഡോക്ടർക്ക് നഷ്ടം വരും. ചികിത്സ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കാനുള്ളൊരു പ്രലോഭനം, ഇൻസെന്റീവ് ടു അണ്ടർ ട്രീറ്റ് ഉണ്ടാകാം. അതൊരു ധാർമ്മിക പ്രശ്നമാണ്. കിട്ടുന്ന ക്യാപിറ്റേഷൻ റേറ്റ് വളരെ കുറവാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ചികിത്സ കൊടുക്കാൻ പറ്റാതെ വരും. ക്ലിയറായി. അപ്പോ പരീക്ഷയ്ക്ക് വേണ്ടി ക്യാപിറ്റേഷനെ മറ്റുള്ള പേയ്മെന്റ് രീതികളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? ഈ UCR, ഫീ സ്കെഡ്യൂൾ, ടേബിൾ ഓഫ് അലവൻസസ്, ഇതിൽ നിന്നൊക്കെ ക്യാപിറ്റേഷൻ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാമോ? ക്യാപിറ്റേഷൻ ബാക്കി എല്ലാ പേയ്മെന്റ് മോഡലുകളിൽ നിന്ന് ഡിഫറൻ്റാണ്. മറ്റെല്ലാ മോഡലുകളിലും ഒരു ഡോക്ടർ ഒരു പ്രൊസീജിയർ ചെയ്തതിന്റെ പേയ്മെന്റാണ് കിട്ടുന്നത്. പക്ഷേ ക്യാപിറ്റേഷനിൽ ഒരു പരിപാടി കിട്ടുന്ന പൂർണ്ണ ഗ്രൂപ്പിന് കമ്മീഷൻ കൊടുക്കുകയാണ്. ആ പരിപാടിയിൽ വരുന്ന എല്ലാ പ്രൊസീജിയറുകളിലും പെട്ട ഒരു പ്രാവശ്യം മാത്രമേ ഈ ഗ്രൂപ്പിന് പൈസ കിട്ടുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ ക്യാപിറ്റേഷൻ കവർ ചെയ്ത എല്ലാ പ്രൊസീജിയറുകളും ചെയ്യുന്നതിനൊരു വ്യത്യാസമില്ല. തീർച്ചയായും ആ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടിസ്ഥാന വ്യത്യാസം ഞാൻ ഒന്നുകൂടി പറയാം. ക്യാപിറ്റേഷൻ ആളോഹരിയാണ്, മുൻകൂട്ടി കിട്ടുന്നതാണ്, എത്ര ചികിത്സ കൊടുത്തു എന്നതിനെ ആശ്രയിച്ചല്ല. മറ്റേതെല്ലാം ഫീ ഫോർ സർവീസാണ്, അതായത് ഓരോ ചികിത്സയ്ക്കും പണം. UCR യൂഷ്വൽ കസ്റ്റമറി റീസണബിൾ. ഇത് ഫീ ഫോർ സർവീസിൽ ഇൻഷുറൻസ് എത്ര കൊടുക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു മെത്തേഡാണ്. ഡോക്ടറുടെ സാധാരണ ഫീസ്, ആ ഏരിയയിലെ ഫീസ്, സാഹചര്യത്തിന്റെ പ്രത്യേകത, റീസണബിൾ ഒക്കെ നോക്കിയിട്ടാണ്. ഓരോ സർവീസിനുമാണ് പൈസ, ക്യാപിറ്റേഷനുമായിട്ട് ബന്ധമില്ല. ടേബിൾ ഓഫ് അലവൻസസ്, ഇതും ഫീ ഫോർ സർവീസ്. ഓരോ ചികിത്സയ്ക്കും ഇൻഷുറൻസ് തരുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ടിന്റെ ലിസ്റ്റ്. ഡോക്ടറുടെ ഫീസ് കൂടുതലാണെങ്കിൽ ബാക്കി രോഗി കൊടുക്കണം. ആളോഹരിയല്ല, ഓരോ പ്രൊസീജിയറിനുമുള്ള അലവൻസ് ആണ്. ഫീ ഷെഡ്യൂൾ, ഇതും ഫീ ഫോർ സർവീസ്. ഓരോ ചികിത്സയ്ക്കും ഇൻഷുറൻസ് തരുന്ന മാക്സിമം എമൗണ്ടിന്റെ ലിസ്റ്റ്. UCR പോലെ എപ്പോഴും മാറുന്ന ഒന്നല്ല, കുറച്ചുകൂടി ഫിക്സ്ഡ് ആണ്. ഇതും ഓരോ സർവീസിനുമുള്ളതാണ്, ആളോഹരിയല്ല. സാലറി, ഇത് ഡോക്ടർക്ക് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളം. രോഗികളുടെ എണ്ണവുമായോ സർവീസിന്റെ എണ്ണവുമായോ നേരിട്ട് ബന്ധമില്ല. എന്നാൽ ക്യാപിറ്റേഷൻ കിട്ടുന്നത് പ്രാക്ടീസിന്റെ ഗ്രൂപ്പിനാണ്, ഓരോ രോഗിക്കും വേണ്ടി. ആ പൈസ വച്ച് ഡോക്ടർക്ക് ശമ്പളം കൊടുക്കാം. പക്ഷേ സാലറി എന്ന പേയ്മെന്റ് മെക്കാനിസമും ക്യാപിറ്റേഷൻ എന്ന മെക്കാനിസവും രണ്ടാണ്. ഓക്കെ, ആ താരതമ്യം വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഒരു കാര്യം, നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ കൂടുതൽ അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണല്ലോ. നോട്ട്സൊക്കെ അതാണല്ലോ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഇവിടെ ഡെന്റൽ ഫീൽഡിൽ ക്യാപിറ്റേഷന് വല്ല റോളും ഉണ്ടോ? കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ച് എന്തു തോന്നുന്നു? പക്ഷെ അതത്ര വ്യാപകമായിട്ടില്ല. പ്രീമിയം ചിലപ്പോൾ കൂടുതലായിരിക്കാം. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കോളേജുകളിലും കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ കിട്ടും. എന്നാൽ ക്യാപിറ്റേഷൻ ഒരു പ്രധാന പേയ്മെന്റ് രീതിയായി ഇന്ത്യയിൽ ഉള്ളതായിട്ട് നിങ്ങളുടെ നോട്ട്സിൽ എവിടെയും പറയുന്നില്ല. പണ്ട് പെപ്സിഡന്റ് എന്തോ ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടെന്നും ഒരു സൂചനയുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇന്ത്യയിൽ ഫീ ഫോർ സർവീസാണ് മെയിൻ, ക്യാപിറ്റേഷൻ അത്ര കോമൺ അല്ല എന്ന് ഇപ്പോഴത്തെ വിവരം വെച്ച് പറയാം. വളരെ നന്നായി. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു ഡെന്റൽ സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? 1. ക്യാപിറ്റേഷന്റെ ഡെഫിനിഷൻ. ആളോഹരി, മുൻകൂട്ടി കിട്ടുന്ന പൈസ, ചികിത്സ കിട്ടിയോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചല്ല. 2. മെയിൻ കോൺസെപ്റ്റ്, സാമ്പത്തിക റിസ്കിന്റെ കൈമാറ്റം, റിസ്ക് ഷിഫ്റ്റ്, ഇൻഷുററിൽ നിന്ന് ഡോക്ടറിലേക്ക്. 3. അതിന്റെ ഫലം, ചെലവ് നിയന്ത്രിക്കാനും പ്രതിരോധ ചികിത്സയ്ക്കും ഊന്നൽ കൊടുക്കാനുള്ള സാമ്പത്തിക പ്രോത്സാഹനം, ഇക്കണോമിക് ഇൻസെന്റീവ്. 4. എവിടെ കാണുന്നു? പ്രധാനമായും HMO, IPO പോലുള്ള മാനേജ്ഡ് കെയർ സിസ്റ്റമുകളിൽ. 5. മറ്റുള്ളവയുമായുള്ള വ്യത്യാസം. ഫീ ഫോർ സർവീസ് രീതികളിൽ UCR, ഫീ ഷെഡ്യൂൾ അടക്കം നിന്ന് വ്യത്യസ്തം, കാരണം ഇത് ചെയ്ത ചികിത്സയുടെ എണ്ണത്തെ ആശ്രയിക്കുന്നില്ല. ഈ പോയിന്റുകളൊക്കെയൊന്ന് വിശദീകരിച്ച് എഴുതിയാൽ തന്നെ ഒരു A4 പേപ്പർ നന്നായി ഫിൽ ചെയ്യാം. ഓർക്കേണ്ട ആ സെൻട്രൽ ഐഡിയ ഇതാണ്: ക്യാപിറ്റേഷൻ പൈസയുടെ ഫ്ലോയെയും റിസ്കിനെയും മാറ്റുന്നു, അതെങ്ങനെ ചികിത്സിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു. ആ ഒരു സെൻട്രൽ ഐഡിയ മനസ്സിൽ വയ്ക്കുക. ഫീ ഫോർ സർവീസ് കൂടുതൽ ചികിത്സയ്ക്ക് ഒരു താൽപ്പര്യമുണ്ടാക്കുമ്പോൾ, ക്യാപിറ്റേഷൻ കിട്ടിയ പൈസയിൽ നിന്നുകൊണ്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ചികിത്സിക്കാനും രോഗിയെ ആരോഗ്യത്തോടെ നിർത്താനും പ്രേരിപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് ഡെഫിനിഷൻ, ADA ഡെഫിനിഷൻ കൊടുത്താൽ നല്ല മാർക്ക് കിട്ടും. റിസ്ക് ഷിഫ്റ്റ്, പെർ ക്യാപിറ്റ പേയ്മെന്റ്, HMO IPA കണക്ഷൻ, പിന്നെ മറ്റ് ഫീ ഫോർ സർവീസ് രീതികളിൽ നിന്നുള്ള വ്യത്യാസം, ഇതൊക്കെ വ്യക്തമായി എഴുതണം. ഗുണങ്ങളും ദോഷങ്ങളും രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ളത് പറയുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്കൊന്ന് സ്വന്തമായി ആലോചിച്ചു നോക്കാൻ ഒരു ചോദ്യം തരാം. നമ്മൾ പറഞ്ഞല്ലോ, ക്യാപിറ്റേഷൻ പ്രതിരോധ ചികിത്സയ്ക്കും ചെലവ് ചുരുക്കലിനുമാണ് ഊന്നൽ കൊടുക്കുന്നതെന്ന്. ഫീ ഫോർ സർവീസ് ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ്, ചിലവേറിയ ചികിത്സ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ഒരു ഡെന്റൽ സിസ്റ്റം കൂടുതൽ ക്യാപിറ്റേഷൻ ബേസ്ഡ് ആയാൽ അത് രോഗികൾക്ക് കിട്ടുന്ന ചികിത്സയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക? ഏതൊക്കെ തരം ചികിത്സകൾ കൂടാനും ഏതൊക്കെ കുറയാനും സാധ്യതയുണ്ട്? ഉദാഹരണത്തിൽ, വലിയ ബ്രിഡ്ജ് വർക്ക്, ഇംപ്ലാന്റ്, ഓർത്തോഡോണ്ടിക്സ് പോലുള്ളവയ്ക്ക് എന്ത് സംഭവിക്കും? റെഗുലർ ചെക്കപ്പുകൾക്ക് എന്ത് സംഭവിക്കും? ഇതൊന്ന് ആലോചിച്ച് നിങ്ങളുടെ ഉത്തരത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കൂ. അത് ക്യാപിറ്റേഷന്റെ പ്രാക്ടിക്കൽ ഇമ്പാക്റ്റിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ തരും. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.